കാടാമ്പുഴയിൽ 13-കാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാടാമ്പുഴ തൂവപ്പാറ സ്വദേശി സക്കീറിനെയാണ് കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. നരഹത്യാ ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഇത് ദിവസങ്ങൾക്ക് മുൻപേ നൽകിയൊരു ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു ദൃശ്യം കണ്ടതായി ഓർക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ 13-കാരനെ ഇയാൾ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ ഈ എന്തൊക്കെ വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നു? എന്താണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യം? ജിൽസിയാൻ സൈഫു കഴിഞ്ഞ മാസം 23-നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ ഉൾപ്പെടെ മീഡിയ വൺ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. സ്കൂളിൽ കുട്ടികൾ തമ്മിലുണ്ടായ ചില വാക്കുതർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ മറ്റൊരു കുട്ടിയുടെ പിതാവ് ഈ കുട്ടിയെ ക്രൂരമായി സ്കൂൾ വിട്ടുവരുന്ന വഴി ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ മർദ്ദനത്തിൽ ഈ കുട്ടിക്ക് നല്ല ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കുട്ടിയെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ചികിത്സ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ പിതാവ് പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പിയുടെയും കാടാമ്പുഴ SHOയുടെയും നേതൃത്വത്തിൽ അന്വേഷണം നടത്തുവരികയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ സക്കീറിനെ, കാടാമ്പുഴ തൂവപ്പാറ സ്വദേശിയായ സക്കീർ എന്നയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറ്റകരമായ മർദ്ദനം, അതോടൊപ്പം തന്നെ നരഹത്യാ വകുപ്പ് ഉൾപ്പെടെയുള്ളവ, മർദ്ദിക്കൽ, തടഞ്ഞുവെക്കൽ, ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ഇയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പോലീസ് പറയുന്നത്. സ്കൂളിൽ കുട്ടികൾ തമ്മിലുണ്ടായ വാക്കുതർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ മറ്റൊരു കുട്ടിയുടെ പിതാവായ ഇയാൾ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജിൽസി.